മാസങ്ങൾ നീണ്ട വെടിനിർത്തലിനും ബന്ദികളുടെ മോചനത്തിനും പിന്നാലെ ഗസ പുതിയൊരു ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. ഇടക്കാല ഭരണ സംവിധാനം, ഹമാസിന്റെ നിരായുധീകരണം, മുനമ്പിന്റെ പുനർനിർമ്മാണം, ഇസ്രായേലി സൈന്യത്തിന്റെ പിന്മാറ്റം എന്നിങ്ങനെ സുപ്രധാന നടപടികളാണ് ഇനി ഗസയിൽ നടക്കുക. വെടിനിർത്തൽ കരാർ ഇസ്രായേൽ ആവർത്തിച്ച് ലംഘിക്കുന്നതിനിടെയായിരുന്നു അമേരിക്കയുടെ നേതൃത്വത്തിൽ രണ്ടാം ഘട്ടത്തെക്കുറിച്ചുള്ള ചർച്ചകൾ ഈജിപ്തിൽ നടന്നത്. ഹമാസ് നേതാക്കളും ഗസയിലെ മറ്റ് ഫലസ്തീൻ വിഭാഗങ്ങളുടെ പ്രതിനിധികളും ഇസ്രായേൽ അധികൃതരുമെല്ലാം ഈ ചർച്ചയിൽ പങ്കെടുത്തു. ട്രംപിന്റെ പശ്ചിമേഷ്യൻ ദൂതൻ വിറ്റ്കോഫ് ആണ് രണ്ടാം ഘട്ടത്തിലേക്ക് കടന്നതായി പ്രഖ്യാപനം നടത്തിയത്. ഒപ്പം ഇതുവരെ എല്ലാ കാര്യങ്ങളിലും സഹകരിച്ച ഈജിപ്ത്, ഖത്തർ, തുർക്കി എന്നീ രാജ്യങ്ങൾക്ക് വിറ്റ്കോഫ് നന്ദി പറയുകയും ചെയ്തു. രണ്ടാം ഘട്ടത്തിൽ ഗസയുടെ ഭരണം ടെക്നോക്രാറ്റ് സമിതി ഏറ്റെടുക്കും. കൂടാതെ മുനമ്പിന്റെ പൂർണ്ണമായ പുനർനിർമ്മാണവും നടക്കും. ഖത്തർ, തുർക്കി, ഈജിപ്ത് എന്നീ മധ്യസ്ഥർ ഫലസ്തീൻ ടെക്നോക്രാറ്റിക് സമിതിയുടെ രൂപീകരണത്തെ സ്വാഗതം ചെയ്തിട്ടുണ്ട്. അലി അബ്ദുൾ ഹമീദ് ഷാത്താകും സമിതിക്ക് നേതൃത്വം നൽകുക. യുദ്ധാനന്തര ഗസ ഭരിക്കാൻ 15 പേരടങ്ങുന്ന ഫലസ്തീൻ ടെക്നോക്രാറ്റിക് കമ്മിറ്റിയാകും ഉണ്ടാവുക. അതിലെ എല്ലാ അംഗങ്ങളെയും ഇസ്രായേലും ഫലസ്തീൻ ഗ്രൂപ്പുകളും അംഗീകരിച്ചിട്ടുണ്ടെന്നാണ് ഈജിപ്ത് ബുധനാഴ്ച അറിയിച്ചത്. ഒക്ടോബറിൽ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മധ്യസ്ഥത വഹിച്ച 20 പോയിന്റ് ഗസ വെടിനിർത്തൽ പദ്ധതി പ്രകാരം ട്രംപ് തന്നെ അധ്യക്ഷനാകുന്ന സമാധാന ബോർഡാകും ഭരണത്തിന് മേൽനോട്ടം വഹിക്കുക. സമാധാന ബോർഡിന്റെ ഡയറക്ടർ ജനറലായി സേവനമനുഷ്ഠിക്കാൻ ബൾഗേറിയൻ രാഷ്ട്രീയക്കാരനും പശ്ചിമേഷ്യയിലെ മുൻ UN പ്രതിനിധിയുമായ നിക്കോളായ് മദ്ലോവിനെയും ട്രംപ് ഇതിനോടകം തെരഞ്ഞെടുത്തിട്ടുണ്ട്.